എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചാനലുകളിലെല്ലാം കണ്ടതാണ് ഒരു തെമ്മാടിയായ ഒരു മനുഷ്യൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധഭീഷണി മുഴക്കുന്നത്. അത് മറ്റാരുമല്ല, കുറച്ചുനാൾ നമ്മുടെ കേരളത്തിൽ മന്ത്രിയായിരുന്ന എം മണി എന്ന CPM-ൻ്റെ നേതാവ്. അയാൾ പരസ്യമായിട്ടാണ് വനം വകുപ്പുകാരെ കൊല്ലുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി മുഴക്കിയത്. എന്നിട്ട് അയാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇല്ലേ എന്നും ഒക്കെ ചോദിച്ചിട്ട് അത്രമാത്രം അഹങ്കാരത്തോടു കൂടിയാണ് അയാൾ സംസാരിച്ചത്. ഇതിനെതിരെ എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല? സാധാരണ ആരെങ്കിലും ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയാൽ ഉടൻ അവർക്കെതിരെ കേസെടുക്കുന്ന സർക്കാർ ഇയാൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. ഇത് കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാവായതുകൊണ്ടാണോ? അതായത് അഖിലേന്ത്യാ തലത്തിൽ ഇവരെല്ലാം ഒരു മുന്നണിയാണ്, ഇന്ത്യ സഖ്യം. അതിൽപ്പെട്ട ഒരു നേതാവിന് എന്തും ആകുമെന്നാണോ ഇവിടെ കോൺഗ്രസ്സുകാർ ഈ നടപടികളൊന്നും എടുക്കാത്തതിലൂടെ നമ്മളോട് കാണിച്ചു തരുന്നത്? അതൊരിക്കലും നിയമവ്യവസ്ഥയ്ക്ക് ചേർന്ന കാര്യമല്ല. ഇതേപോലെ ഉദ്യോഗസ്ഥർക്ക് നേരെ വധഭീഷണി മുഴക്കുന്നത് ആരായാലും അത്തരക്കാർക്കെതിരെ, അത്തരം തെമ്മാടികൾക്കെതിരെ, അത്തരം ഗുണ്ടകൾക്കെതിരെ തീർച്ചയായും നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ കണ്ടുകാണ്ട തിരുവനന്തപുരത്ത് തന്നെ ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ സുഗതനെ ഈ കള്ള കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് ഇരിക്കുന്നത് കണ്ടു. അത് ആ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് എങ്ങനെയും BJP-യെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാരും അതിനകത്തിൽ കളിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഒരു ഒരു തരംതാണ ഒരു വിദ്വാനാണ് പ്രശാന്ത് എന്ന് പറയുന്ന CPM-കാരൻ. അയാളാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ CPM-കാർക്ക് ഈ നാട്ടിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് UDF-ന്റെ ഭരണകാലത്തും. നേരത്തെ അതായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം പിണറായി വിജയന്റെ ഭരണ സമയത്ത് CPM-കാർക്ക് എന്ത് തോന്നിവാസവും ഇവിടെ കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്, PSC പരീക്ഷകൾ ഉൾപ്പെടെ CPM-കാർക്ക് അനുകൂലമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി കാത്തിരുന്നവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് CPM-കാർക്ക് പുറംവാതിലിൽ കൂടി നിയമനം നൽകുന്നു, ഈ റാങ്ക് ലിസ്റ്റ് എടുത്തു കളയുന്നു, പുറംവാതിലിൽ കൂടെ നിയമനം നൽകി അവരെ സ്ഥിരപ്പെടുത്തുന്നത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അത്രമാത്രം തോന്നിയവാസമാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്നിരുന്നത്. ഭരണം മാറി ജനങ്ങൾ അവരെ പുറന്തള്ളി UDF-ന് ഭരണം ഏൽപ്പിച്ചു. അവരും ഈ CPM-ന്റെ ഇത്തരം തെമ്മാടിത്തരത്തിനൊക്കെ കൂട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനവിധിയോട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദകേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഈ വനം വകുപ്പുകാർക്കെതിരെ വധഭീഷണി മുഴക്കാൻ ഇയാൾക്ക് എന്താണ് അധികാരം? ഇയാൾക്കാരാണ് അതിനുള്ള അനുവാദം കൊടുത്തത്? അവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണ് നേരിടേണ്ടത്. അല്ലാതെ അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാനല്ല ശ്രമിക്കേണ്ടത്. കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? തികച്ചും ഗുണ്ടായിസമാണ്. അത് നിയമവാഴ്ചയ്ക്ക് എതിരാണ് എന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നിട്ടുകൂടി അതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നമ്മൾക്കെല്ലാം അറിയാം, ഈ എം മണിക്ക് കൊലപാതകം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് ഹരമാണ് എന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു കേസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. 1, 2, 3 ഒരാളെ ഞങ്ങൾ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു, ഒരാളെ വെടിവെച്ചോ ഞെക്കിക്കൊന്നു, ഏതാണ്ടൊക്കെ പറയാൻ നമ്മൾ കേട്ടതാണ്. അതിന് ശേഷം അങ്ങേരത് ചെയ്ത കാര്യം, അവർ പാർട്ടി ചെയ്ത കാര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. പാർട്ടിക്കാർ 2-3 പേരെ കൊന്ന കാര്യം വിളിച്ചു പറഞ്ഞത് ആ പാർട്ടിയുടെ നേതാവാണ് ഇയാള്. അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ ഒരു ഹരമാണ്. അത് തന്നെയല്ല, ഇയാൾ മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഈ ഡാമുകളെല്ലാം തുറന്നു വിട്ട് കേരളത്തിലെ ജനങ്ങളെ
ഒരുപാട് കഷ്ടപ്പെടുത്തിയത് നമുക്കറിയാം. കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളാണ് ഈ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എത്രയോ ജീവനുകളും അന്ന് നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിക്കാതെ ഒറ്റയടിക്ക് ഡാമുകളെല്ലാം തുറന്നു വിട്ടല്ലേ ഈ കേരളത്തിനെ അയാൾ പ്രളയത്തിൽ മുക്കിയത്. അതേപോലെ ഈ ക്രൂരതയിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന വിദ്വാനാണ് ഈ എം മണി. ഇങ്ങനെയുള്ളവരെ സ്വതന്ത്രരായി വിട്ടുകഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. സ്വാഭാവികമായിട്ട് ഇന്നലെ അയാൾ അവിടെ നിന്ന് പ്രസംഗിച്ച സമയത്ത് അയാളുടെ കൂടെ കുറെ അയാളുടെ അനുയായികൾ ഉണ്ടായിരുന്നു. ഇയാൾ ഈ വധഭീഷണിയൊക്കെ മുഴക്കുമ്പോഴൊക്കെ ഇവർ സന്തോഷം കൊണ്ട് അങ്ങ് ചിരിക്കുകയാണ്, അങ്ങ് ആസ്വദിക്കുകയാണ്. അത് അവിടെ നിന്നതിൽ ഒരൊറ്റ മനുഷ്യരുടെ മുഖത്ത് പോലും ഇദ്ദേഹം പറഞ്ഞതിലുള്ള ഒരു എതിർപ്പോ നീരസമോ നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല. അവരുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത് ആസ്വദിച്ചുകൊണ്ടാണ് നിന്നത്. അതൊരിക്കലും നിയമവാഴ്ചയ്ക്ക് ശരിയല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, CPM എന്ന് പറയുന്നത് നിയമവാഴ്ചയെ വിശ്വാസമില്ലാത്തവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ലക്ഷ്യം തന്നെ, അവരുടെ സിദ്ധാന്തം തന്നെ ഈ എന്താണ് പറയുന്നത്, വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതവർ നടപ്പാക്കാനാണ് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പും അങ്ങനെയായിരുന്നു, ഇനിയാണെങ്കിലും അവരതിനെ ശ്രമിക്കുകയുള്ളൂ. പിന്നെ അവർക്ക് നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ സാഹചര്യത്തിൽ കഴിയാത്തത്, അതിന് സാധിക്കാത്തത് കൊണ്ട് മാത്രം അവർ പതുങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഏതേലും ഒരു രീതിയിൽ അവർക്ക് ഭരണത്തിൽ നല്ല സ്വാധീനമുണ്ടായാൽ തീർച്ചയായും അവർ ഉന്മൂലന സിദ്ധാന്തം അവർ നടപ്പാക്കും. നമ്മളെയൊക്കെ അവർ കൊന്നൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് അവരുടെ പാർട്ടിയുടെ സിദ്ധാന്തം. അത് വെച്ചിട്ട് തന്നെയാണ് എം മണി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതങ്ങനെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. കാരണം അയാൾ അങ്ങനെ പറഞ്ഞതിനെ അയാളുടെ പാർട്ടി പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞിട്ടില്ല അയാളോട് ഇങ്ങനെ പറയരുത്, അത് നമ്മുടെ പാർട്ടിയുടെ നയമല്ല. നമ്മൾ എന്തെങ്കിലും ഈ വനം വകുപ്പുമായിട്ടോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ടോ എന്തെങ്കിലും നമ്മൾക്ക് തർക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നിയമപരമായി അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. അല്ലാതെ ഈ ഭീഷണിയൊന്നും ഉദ്യോഗസ്ഥർക്ക് നേരെ എടുക്കേണ്ടതില്ല എന്ന് അയാളുടെ പാർട്ടി പോലും ഒന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ആ പാർട്ടി തന്നെ ഈ അക്രമത്തിന് അനുകൂലമാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഭീഷണിയെ അംഗീകരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കരുത്. മേലിൽ ഇതേപോലെ ആരുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഭീഷണി ഉയരാനുള്ള ഇടവരരുത് എന്നുള്ളതാണ് സർക്കാർ സ്വീകരിക്കേണ്ട ശക്തമായ നിലപാട്. അതിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതിനർത്ഥം കേരളത്തിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കേരളത്തിൽ ഈ നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മൾ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാം. ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾക്ക് പ്രതികരിക്കാം. പക്ഷേ അവർക്കെതിരെ ഇങ്ങനെ വധശ്രമം നടത്തി ഭീഷണിപ്പെടുത്തി കാര്യം നേടാം എന്ന് വരികയിൽ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുക? തീർച്ചയായും ഉദ്യോഗസ്ഥർ ഈ ഭീഷണിയിൽ ഭയന്ന് അനാവശ്യമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് എത്രയും പെട്ടെന്ന് തടയാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് എതിരെ കേസെടുക്കണം. കേസെടുത്ത് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ഇതിലെ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങൾ ഒന്ന് സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതിനകത്തിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും രേഖപ്പെടുത്തുക.